പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിലഞ്ഞു നടക്കണ്ട. പടച്ചവനെ ഉസ്താദേ, എനിക്കും ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് രോഗമില്ലല്ലോ, എനിക്ക് വീടുണ്ടല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്കൊന്നിനും കുറവില്ലല്ലോ. മനുഷ്യ ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതമ തകർത്ത് തരിപ്പണമാക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ പടച്ചവനെ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. തിരുവനന്തപുരം RCCയിൽ നിന്ന് വരികയാണ്. കയ്യിലൊക്കെ വല്ലാതെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മുഖത്ത് വല്ലാത്ത നീരുണ്ട്, കാലില് വല്ലാത്ത നീരുണ്ട്. പടച്ചവനെ ആ മനുഷ്യനെ ഇങ്ങനെ പുതപ്പിച്ച് കടത്തിയിരിക്കുകയാ. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടിട്ട സങ്കടം തോന്നി പടച്ചവര്. അപ്പോഴാണ് പടച്ചവനെ അവിടെ നിന്ന് പറയുന്നത്, ഉസ്താദ് കീമ കഴിഞ്ഞിട്ട് വരികയാണ് RCCയിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ കടന്നു പിടയുകയാ. പടച്ചവരെ, അവിടെ നിന്ന് പൊന്നുമകം പറഞ്ഞു, ഉസ്താദേ ചിരിച്ചു കളിച്ചു നടന്ന മനുഷ്യനാണ്. അടാ ഒരു ദിവസം പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. പടഞ്ഞു, നിങ്ങളാരും എനിക്ക് ഭക്ഷണം മേടിച്ചു തരാത്തത് കൊണ്ടാണ് ഞാൻ ഛർദ്ദിക്കുന്നത്. ഇതുപോലെ പറഞ്ഞു പറഞ്ഞ് അവസാനം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടെ അറിയാൻ പറ്റിയത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ സർവ്വതമ തകർത്ത് തരിപ്പണമാക്കി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാറ്. പടച്ചറപ്പിന് ഒരുപാട് സമയം വേണ്ടല്ലോ.